രണ്ടാം ക്ലാസ്സിലെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന്. ഇൻ്റഗ്രേഷൻ, ഉത്ഗ്രഥനം, മലയാളവും മാത്തമാറ്റിക്സും ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നിറം നൽകാം. എ. പതാകയ്ക്ക് നിറം നൽകുക. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഭാരതത്തിൻ്റെ പതാകയുടെ നിറം നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിൽ കുങ്കുമ കളർ കൊടുക്കുക, നടുവിൽ വെള്ള, താഴെ എന്താണ്, പച്ച അല്ലേ. ഇനി ബി. ചിത്രം ആരുടേതാണെന്ന് എഴുതുക. ആരുടെ ചിത്രമാണ് കാണുന്നത് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഗാന്ധിജിയുടെ ചിത്രമാണ് കാണുന്നത് അല്ലേ. ഇങ്ങനെ ചിത്രം തന്നിട്ട് പതാകയുടെ കളറൊക്കെ മനസ്സിലാക്കി വെച്ച് പോവാട്ടോ. നമ്മുടെ പതാകയുടെ കളർ മനസ്സിലാക്കി വെച്ച് പോവുക. ചിത്രം കണ്ടിട്ട് ഗാന്ധിജിയെ മനസ്സിലാക്കി വെച്ച് പോവുക അല്ലേ. നമ്മൾ പാഠഭാഗത്ത് പതാകയെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. ഇനി ആക്ടിവിറ്റി 2 എന്താണ്, ഫെസ്റ്റിവൽ മാർക്കറ്റ് ആണ് അല്ലേ. ഇതിന് ആൻസർ എങ്ങനെ എഴുതുക, ഗാന്ധിജി അല്ലേ. ഇനി ഫെസ്റ്റിവൽ മാർക്കറ്റ്. ഇറ്റ് ഈസ് ഫെസ്റ്റിവൽ ഇൻ നിയാസ് വില്ലേജ്. നിയയുടെ വില്ലേജിലെ ഫെസ്റ്റിവൽ ആണ്. നിയ ആൻഡ് ഹർ ഫ്രണ്ട്സ് റീച്ച്ഡ് ദ ടെമ്പിൾ ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ തന്നെ അമ്പലത്തിലെത്തി നിയയും അവളുടെ ഫ്രണ്ട്സും. സോ മെനി ഷോപ്സ്. ഒരുപാട് കടകളുണ്ട്. ദേ വെന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഈച്ച് ഷോപ്പ്. ഫൈനലി ദേ ഗെറ്റ് ഇൻ ടു എ ബേക്കറി. പ്രൈസ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പഴംപൊരി ₹10, ഉഴുന്നുവട 10 rupees, ഉള്ളിവട 8 rupees, ബോണ്ട 7 rupees. ഇനി ഇതിലെ എ ക്വസ്റ്റ്യൻ എന്താണ്, നിയ ബോട്ട് 2 പഴംപൊരീസ് ആൻഡ് 1 ഉള്ളിവട. ഷീ ഗേവ് എ 50 rupee നോട്ട് ടു ദ ഷോപ്പ് കീപ്പർ. ഹൗ മച്ച് ബാലൻസ് വിൽ ഷീ ഗെറ്റ്. അതുപോലെ തന്നെ നിയാസ് ഫ്രണ്ട് ബോട്ട് 2 ബോണ്ടാസ് ആൻഡ് 1 ഉഴുന്നുവട. ഹൗ മച്ച് വിൽ ബി ദ ടോട്ടൽ പ്രൈസ് അല്ലേ. ഒരു പ്രൈസ് ഓഫ് 1 പഴംപൊരി എത്രയാണ്, 10 rupees ആണ്. പ്രൈസ് ഓഫ് 2 പഴംപൊരി എത്രയാവും, 10 + 10 20 rupees അല്ലേ. 20 rupees. പ്രൈസ് ഓഫ് ഉള്ളിവട എത്രയാണ്, 8 rupees ആണ്. ടോട്ടൽ പ്രൈസ് എത്രയാണ്, 20 + 8 28 rupees. മണി ദാറ്റ് ഷീ ഗേവ് 50 rupees. 50 രൂപയാണ് കൊടുത്തത്. ബാലൻസ് ദാറ്റ് ഷീ വിൽ ഗെറ്റ് എത്ര കിട്ടും, 50ൽ നിന്നും 28 അല്ലേ, 28 മൈനസ് ചെയ്യുക, 22 rupees ആണ് ബാലൻസ് അവർക്ക് കിട്ടിയത്. ഇതിലെ ബി ക്വസ്റ്റ്യൻസ്. പ്രൈസ് ഓഫ് 2 ബോണ്ട. 2 ബോണ്ടയ്ക്ക് എത്രയാണ്, 7 + 7 40 rupees. പ്രൈസ് ഓഫ് 1 ഉഴുന്നുവട 10 rupees. ടോട്ടൽ എത്രയാണ്, 14 + 10 24 rupees ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്, അപ്പോൾ പ്രവർത്തനം 3 ഉത്സവ കാഴ്ചകൾ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം എന്ന് എഴുതുക അല്ലെ. ചിത്രത്തിൽ എന്താണ്, ഒരു ഉത്സവത്തിന്റെ ചിത്രമാണ് കാണുന്നത് അല്ലെ. ഉത്സവത്തിന് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. ഒരു ഉത്സവത്തിന്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അല്ലെ. നന്നായിട്ട് ചിത്രം നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുള്ളത് ഏതാണ്, അത് നന്നായിട്ട് നോക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് കാണുന്നത് എന്ന് ആദ്യം നോക്കി വെക്കുക അല്ലെ. ഇവിടെ ചിത്രത്തിൽ കുറേ ആളുകൾ ഉണ്ട് അല്ലെ. ചെണ്ട വാദ്യമേളങ്ങളുണ്ട്, കുറെ ഷോപ്പുകളുണ്ട് അല്ലെ. മൈക്കയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെന്താണ്, റൈഡുകളുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇതിൽ അല്ലെ. റോഡിന് സൈഡിലായിട്ട് ഒരമ്മ എന്ത് വിൽക്കുന്നുണ്ട്, സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അല്ലെ. കുറെ ആളുകൾ അല്ലെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കുട്ടികൾ ഐസ്ക്രീം വാങ്ങുന്നുണ്ട് അല്ലെ. നമുക്ക് എന്തൊക്കെ എഴുതാം ഇതില്, നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം, മാതൃക. വാദ്യമേളക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, തോരണങ്ങളുണ്ട്, രഥമുണ്ട്, ഉച്ചഭാഷിണിയുണ്ട്, റൈഡുണ്ട്. Activity 4. How many bell fruits? Raihan, Sohan and Nia came home from school and ran to the bell fruit tree. Everyone picked up the best among the fallen bell fruit. Given below is the number of bell fruits each of them got. അല്ലെ, റൈഹാൻക്ക് കിട്ടിയ ബെൽ ഫ്രൂട്ട് എത്രയാണ്, 1 2 3 4 5 6 7 8 9 10 11. സോഹൻക്ക് കിട്ടിയതോ 1 2 3 4 5 6 7 8. നിയക്ക് കിട്ടിയതോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ ആദ്യം നിങ്ങൾ നന്നായിട്ട് ചോദ്യം ശ്രദ്ധിക്കുക.
ആദ്യത്തെ എന്താണ്? നമ്പർ ഓഫ് ബെൽ ഫ്രൂട്ട്സ് റൈഹാൻ ഗോട്ട്. റൈഹാൻക്ക് കിട്ടിയത് എത്രയാണ്? 11 ആണ്. നമ്പർ ഓഫ് ബെൽ ഫ്രൂട്ട് സോഹൻ ഗോട്ട് 8. നമ്പർ ഓഫ് ബെൽ ഫ്രൂട്ട് മിയ ഗോട്ട് 14. ടോട്ടൽ നമ്പർ ഓഫ് ബെൽ ഫ്രൂട്ട് ദേ ഗോട്ട് 11 പ്ലസ് 8 പ്ലസ് 14 33. ദ പേഴ്സൺ ഹു ഗോട്ട് മോർ ഫ്രൂട്ട്സ്. ആർക്കാണ് കൂടുതൽ ഫ്രൂട്ട് കിട്ടിയത്? നിയക്കാണ് അല്ലെ. ദ പേഴ്സൺ ഹു ഗോട്ട് ലീസ്റ്റ്. ഏറ്റവും കുറഞ്ഞു കിട്ടിയത് ആർക്കാണ്? സോഹൻക്കാണ് അല്ലെ. സോഹൻക്ക് എത്രയാ കിട്ടിയത്? 8 ആണ് കിട്ടിയത് അല്ലെ. 11 8 14. അതിൽ ബിഗ്ഗസ്റ്റ് നമ്പർ എത്രയാണ്? 14 ആണ്. 14 ആണ്. അതിൽ സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? 8 ആണ് അല്ലെ. അടുത്ത ചോദ്യം പ്രവർത്തനം 5 അറിയിപ്പ് ബോർഡ്. ജലം മലിനമായി കിടക്കുന്നത് കണ്ടില്ലേ? ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാനുള്ള അറിയിപ്പ് ബോർഡ് തയ്യാറാക്കുക അല്ലെ. പോസ്റ്റർ ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജലം മലിനമാക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ജലസ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിനെ മലിനമാക്കുന്നതിനെ കുറിച്ച് പഠിച്ചു. ഇനി ഈ മലിനമാക്കുന്ന സ്ഥലങ്ങളില് സ്ഥാപിക്കാനുള്ള ഒരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ഒരാളെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം. പിന്നെ അതിന്റെ കോഡ്സ് എന്താണ്? അതിൽ എഴുതുന്ന വാക്യങ്ങള് ചെറിയതും ആശയം ഉൾക്കൊള്ളുന്നതുമായിരിക്കണം അല്ലെ. ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. ചെറിയ എന്താണ് വാക്കുകളിൽ വലിയ ആശയം ഉൾപ്പെടുന്ന വാക്കുകളാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. ഇവിടെ ജലസ്രോതസ്സുകളാണ്. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? തടാകം, കുളം, കടൽ, ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഏതൊക്കെയാ പഠിച്ചത്? അങ്ങനെ നമ്മൾ ഒരുപാട് ജലസ്രോതസ്സുകളെ കുറിച്ച് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും ജലസ്രോതസ്സുകളെ കുറിച്ച് പഠിച്ചു പോവുക. പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. എങ്ങനെ ഉണ്ടാക്കാം? ഒരു ഉദാഹരണം നോക്കാം. ജലം സംരക്ഷിക്കൂ, പ്രകൃതിയെ നിലനിർത്തൂ. ആക്ടിവിറ്റി 6 കൗണ്ട് ആൻഡ് റൈറ്റ്. റൈഹാൻ ആൻഡ് റിയ ആർ മെമ്പേഴ്സ് ഓഫ് ഹൈജീൻ ക്ലബ്ബ്. ഹൈജീൻ ക്ലബിലെ മെമ്പേഴ്സ് ആണ് റൈഹാനും റിയയും. They decided to make paper pens for the students in their class. അവരെന്താണ്? പേപ്പർ പെൻ ഉണ്ടാക്കാൻ അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പേപ്പർ പെൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. They arranged the paper pen of each color as bunches of 10 and some those ones. Count and write. അല്ലെ, 10 എണ്ണമുള്ള ഒരു കൂട്ടവും ഒറ്റയായിട്ടുള്ള വേറെ കൂട്ടവും അവർ മേക്ക് ചെയ്തു. ഫസ്റ്റ് ചിത്രം കാണുന്നുണ്ടോ? 2 10ഉം 4 1സുമാണ് അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡ് ചിത്രത്തിൽ എത്രയാണ്? 3 10സിന്റെ കൂട്ടവും 5 1സിന്റെ കൂട്ടവുമാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇനി എന്താണ്? ഹൗ many pens in total? എല്ലാം കൂടെ എത്ര പെൻ ഉണ്ടെന്നാ ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ഒന്നാമത്തെ എന്താ? 24 ആണ് ആദ്യത്തെ കോളത്തിൽ, രണ്ടാമത്തെ 35. How many total? 59. 24 plus 35 59 അല്ലെ. ഇനി അടുത്ത ചോദ്യം, how many shapes? ഇതില് ചിത്രം കണ്ടില്ലേ നിങ്ങള്? Which shape is more in number? Tick the correct one. ഏറ്റവും കൂടുതൽ എണ്ണം കാണുന്ന ഷേപ്സിന്റെ നേരെ ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഡ്രോ എ പിക്ചർ ജോയിൻ ദ 2 ഷേപ്സ്. തന്നിട്ടുള്ള ഈ ഷേപ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാ? ഒരു പിക്ചർ ജോയിൻ ചെയ്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഷേപ്സിനെ കുറിച്ച് പഠിക്കുക, ഷേപ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുക, ഷേപ്സ് വെച്ചിട്ട് ചിത്രങ്ങൾ വരക്കാനൊക്കെ പഠിച്ചു വെച്ച് പോവാട്ടോ. വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. വിച്ച് ഷേപ്പ് ഈസ് മോർ ഇൻ നമ്പർ? ഏറ്റവും കൂടുതലുള്ള ഷേപ്പ് ഏതാണ്? ആ ഷേപ്പിന് നേരെ ടിക്ക് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ത്രികോണമാണല്ലേ. അപ്പൊ അതിന്റെ നേരെ എന്ത് ചെയ്യാ? ടിക്ക് ഇടുക. ബി, നിങ്ങൾക്ക് ഇവിടെ ആ 2 ഷേപ്സ് വെച്ചിട്ട് സ്ക്വയർ വെച്ചിട്ടും ട്രയാങ്കിൾ വെച്ചിട്ടും ഒരു ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു മാതൃക, ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തേത് ട്രയാങ്കിൾ ആണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് തന്നിട്ടുള്ള പിക്ചറിൽ എന്ത് ചെയ്യുക? ഓരോ ഷേപ്സും കൗണ്ട് ചെയ്തിട്ട് എണ്ണിയിട്ട് നിങ്ങൾ ആൻസേഴ്സ് നോക്കുക. എന്നിട്ട് അതിൽ ഏത് സംഖ്യയാണ് വലുത് അതിന് നേരെ നിങ്ങൾ ടിക്ക് ഇടുക അല്ലെ. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം 8 വരച്ച് യോജിപ്പിക്കാം.
ചിത്രം നോക്കി കൃഷി ഉപകരണങ്ങളെ അവയുടെ പേരുമായിട്ട് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അരിവാള്, കലപ്പ അല്ലെ തന്നിട്ടുണ്ട്. ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ആദ്യത്തെ എന്താണ്? തൂമ്പയാണ്. രണ്ടാമത്തത് എന്താണ്? അരിവാളാണ്. മൂന്നാമത്തത് ട്രാക്ടർ. നാലാമത്തത് എന്താണ്? കലപ്പയാണ് അല്ലെ. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാതൃകാ ചോദ്യ പേപ്പർ. ഈ ചോദ്യം തന്നെ വരണമെന്നില്ല, പക്ഷെ ഇതേ മോഡലായിരിക്കും വരിക. എല്ലാ ഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ലൈക്ക് ചെയ്യാൻ